ഹായ് ഹലോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാൾ മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പക്ഷെ എൻ്റെ തിരക്കായതുകൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. പക്ഷെ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈം ഉള്ള പോലെ ഞാൻ നിങ്ങളെ കാണാനെത്തും. അതുപോലെ എക്സ്ക്ലൂസീവ്. ഹലോ ഗൈസ്, നമ്മൾ രേണുവിൻ്റെ കുറേ തന്ത്രങ്ങളിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആദ്യം തന്നെ പറയാം, രേണുവിന് ഇഷ്ടമല്ലാത്തവർ അതങ്ങ് സ്കിപ്പ് ചെയ്തങ്ങ് പോവുക. ഇവളുടെ പുതിയ കുറേ അടവുകളുണ്ട്, അത് നമുക്ക് ആദ്യം തന്നെ കാണാം. ഹായ് ഹലോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാൾ മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പക്ഷെ എൻ്റെ തിരക്കായതുകൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. പക്ഷെ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈം ഉള്ള പോലെ ഞാൻ നിങ്ങളെ കാണാനെത്തും. അതുപോലെ എക്സ്ക്ലൂസീവ് കണ്ടതൊക്കെ തരുന്നതായിരിക്കും ടൈം ഉള്ള പോലെ. സോ എൻ്റെ എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് വൈകിയെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നു. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ, സോ ലവ് യു സോ മച്ച് രേണുസുതി. ബൈ. ചേച്ചിയുടെ വായിന്ന് അങ്ങ് തേഞ്ഞൂറുക സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്. എൻ്റെ പൊന്ന് രേണു, നീ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇത്രയും ചീത്തപ്പേര് കേൾക്കാൻ പറ്റുമായിരുന്നോ? മര്യാദക്ക് ഇതുപോലെ നേരത്തെ നീ ഈ ചെയ്തിരുന്നെങ്കിൽ നീ എന്നേ രക്ഷപ്പെട്ടു പോന്നെ. ഇത്രയും ചീത്തപ്പേര് പോലും കേൾക്കേണ്ടി വരില്ലായിരുന്നു രേണുസുതി ചേച്ചിക്ക്. ഇനി ചേച്ചിയുടെ കുറെ പുതിയ പുതിയ രംഗങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചേച്ചിയാണെങ്കിൽ തമന്നെ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തമന്നയുടെ പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഇപ്പൊ ഡാൻസ് കൂടുതലും കാണിക്കുന്നത്. പിന്നെ ആണെങ്കിൽ ചേച്ചിയുടെ വയറ്, അതായത് ചേച്ചിയുടെ പൊക്കിളൊക്കെ ഒന്ന് എടുത്തെടുത്ത് കാണണം. എന്നാലും ചേച്ചിക്ക് ഒന്ന് ഒന്നൊരു എന്താ പറയാ, ഒന്ന് ചേച്ചിക്ക് ഒരു മനസ്സമാധാനം കിട്ടുള്ളേ. അപ്പൊ അതുകൊണ്ട് ചേച്ചി അതിന് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പറ്റാവുന്ന പോലെയൊക്കെ ചേച്ചിയുടെ സബ്സ്ക്രൈബേഴ്സിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ചേച്ചി ഇനി യൂട്യൂബിലും കൂടി ഉണ്ട് മെമ്പർഷിപ്പ്. അതെടുക്കുക. അത് എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ഇതിലും കൂടുതൽ കിട്ടുമായിരിക്കും കേട്ടോ. ഇപ്പൊ തന്നെ ഞാനൊരു ഒരു FBയിലൊരു പോസ്റ്റ് കണ്ടായിരുന്നേ. എന്താണ്, അഹാന എന്നെക്കാളും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ചേച്ചിക്ക് കിട്ടി എന്ന്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്തേക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവിടെ പോയിട്ട് അടുത്ത മാസം ഇതേ ടൈം ആകുമ്പോഴത്തേക്കും ഈ സബ്സ്ക്രിപ്ഷനൊക്കെ കട്ടാവും. അതായത് ഓട്ടോമാറ്റിക്കലി കട്ടാവും. നിങ്ങളുടെ ഗൂഗിൾ പേ ഓട്ടോമാറ്റിക്കലായിട്ട് കട്ടാവും. അപ്പം അത് കട്ടാവുണ്ടെങ്കിൽ നേരത്തെ നിങ്ങൾ അത് ഇതാക്കി വെക്കുക. അത് നേരത്തെ നിങ്ങൾ ആ പ്ലാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ അടുത്ത മാസം ആകുമ്പോഴത്തേന് ഇതേ സമയമാകുമ്പോഴത്തേന് ഇവിടെ സബ്സ്ക്രിപ്ഷൻ ചാർജ് എത്രയെന്ന് അറിയത്തില്ല, ആ ചാർജ് ഇവിടെ അങ്ങ് എടുക്കും കേട്ടോ. അതായത് രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷനെ കുറിച്ചിട്ട് ഒരു ചേട്ടൻ നന്നായിട്ട് അങ്ങ് എന്താ പറയുക വർണ്ണിക്കുന്നുണ്ടായിരുന്നേ. അത് നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ അത്. ഹലോ ഗൈസ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമുക്ക് അവിടെ കാണാം. അയ്യോ അല്ല ചേച്ചി, ഈ സബ്സ്ക്രിപ്ഷൻ ഇവിടെ കാണിക്കാത്ത എന്തോ ഉള്ളത് ഇനി അവിടെ കാണാനായിട്ട്? ആ സബ്സ്ക്രിപ്ഷനകത്ത് ആകെ പോകെ 25-30 കിലോ വരുന്ന എല്ലും തോലിനകത്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തൊടയും മടയും ഒക്കെ ചേച്ചി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി കാശ് കൊടുത്ത് കയറി വന്നങ്ങോട്ട് അതിനകത്ത് കാണാൻ വേണ്ടി എന്തോ ഇരിക്കുന്നേ? നമ്മള് ഒരു സൂവില് പോയിട്ട് നമ്മൾ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ആ സൂവിനകത്ത് കയറണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കാണണം. ആഫ്രിക്കൻ ചിമ്പാൻസികളോ, ആഫ്രിക്കൻ ആനക്കോണ്ടയോ, ആഫ്രിക്കൻ ജിറാഫുകളോ, അങ്ങനെയുള്ള കൗതുകകരമായിട്ടുള്ള ബെഡ ഐറ്റംസ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് കാശ് കൊടുത്ത് കയറി കാണാൻ ഒരു കൗതുകം തോന്നും. അല്ലാതെ ഈ നമ്മുടെ നാട്ടുപുറത്തുള്ള ഈ പല്ലീനെയൊക്കെ കാണാൻ, പല്ലീനെയും പാറ്റാനെയും പഴുതാരേനെയും കാണാൻ വേണ്ടി ആരെങ്കിലും കാശും കൊടുത്ത് അകത്തോട്ട് കയറുമോ? ചേച്ചി കാണിക്കാനും കാണാനും ഉള്ളതൊക്കെ ഞാൻ ഇവിടെ തന്നെ ഉള്ളത് കാണിച്ചിട്ടുണ്ട്. ഈ കാശ് കൊടുത്ത് കയറി വന്ന് കാണാൻ വേണ്ടിയുള്ള അത്ര ദാരിദ്ര്യം പിടിച്ചവന്മാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതും സുധിച്ചേട്ടന് വേണ്ടി ആയിരിക്കും അല്ലേ? അയ്യോ, എല്ലാം എന്റെ സുധിച്ചേട്ടന് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു റിലാക്സേഷൻ ഉള്ളത്. വല്ലാതെ കൊള്ളാം. എനിക്ക് ചേട്ടൻ സംസാരം ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു. അതെ, എല്ലാം എൻ്റെ സുധിച്ചേട്ടനും എൻ്റെ 2 മക്കൾക്കും വേണ്ടി. ഞാൻ ഈ വീഡിയോ വെച്ചിട്ടൊരു
ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഈ വീഡിയോ അല്ല, ഈ രേണുസുതി ചെയ്തേക്കണ ഈ വീഡിയോ ഇച്ചിരി ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ താഴെ വന്നേക്കണ കമൻസ് കാണുമായിരുന്നു. എൻ്റെ അമ്മയെ ചിരിച്ച് ചാവും. രേണുസുതി ചേച്ചിക്ക് എന്തൊരു സപ്പോർട്ട്. ഇവരെങ്ങനെ ഇത്ര ആൾക്കാർ ഇത്രയും കാണിച്ചു കൂട്ടിയിട്ടാണെങ്കിലും ഇങ്ങനെ പറയുന്ന ആൾക്കാരെ, എൻ്റെ ദൈവമേ സമ്മതിക്കണേ. രേണു ചേച്ചിയുടെ ഈ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തൊലിക്കട്ടിയാ. അത് വേറെ കാര്യം കേട്ടോ. ഇത് രേണു ചേച്ചിയുടെ തമ്മനയുടെ ഒരു ഡാൻസ് ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് കാണാവേ. പറ്റാവുന്ന രീതിയിലൊക്കെ ശ്രമിക്കുന്നുണ്ട് കാണിക്കാനായിട്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണും, എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇതിൽ ശ്രമിക്കുന്നുണ്ട്. പുള്ളിക്കാരിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വയറൊക്കെ അങ്ങ് എടുത്ത് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പൊക്കളൊക്കെ എടുത്ത് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ആൾക്കാരെന്ത് ഇനി സബ്സ്ക്രിപ്ഷൻ എടുത്ത ആൾക്കാരുടെ കാര്യം പറയണോ? ഇതൊക്കെ ഇനി കിട്ടുമായിരിക്കും, കുറേ കിട്ടുമായിരിക്കും സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക്. പിന്നെ ആണെങ്കിൽ രേണു ചേച്ചി മറ്റേ യൂട്യൂബിലെ മെമ്പർഷിപ്പ് ഉണ്ട് കേട്ടോ, അതിനെക്കുറിച്ച് ആരും പറഞ്ഞു തന്നില്ലേ? അതിനകത്തും കൂടി എടുത്തോ. മര്യാദക്ക് ഉള്ള ആൾക്കാരായിരുന്നെങ്കിൽ നല്ല രീതിയിലൊക്കെ ജീവിക്കണം എന്നൊരു ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ യൂട്യൂബിൽ കുറച്ച് വ്ളോഗ്സ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ പേരും കിട്ടി നന്നായിട്ട് ജീവിച്ചു പോവായിരുന്നു. ഇത് അതൊന്നും പറ്റില്ല. ഇവൾക്ക് ഇങ്ങനെ ഫേമസ് ആവണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ബോഡിയൊക്കെ ഒന്ന് പ്രദർശിപ്പിച്ചിട്ട് അങ്ങനെ കാണിച്ചാൽ ഇവൾക്ക് ഫേമസ് ആവാൻ പറ്റൂടെ? ആ രീതിയിൽ ഇവിടെ നമ്മൾ വിചാരിച്ചാൽ മതി. എന്ത് പറയാനാ, ആ പെണ്ണിന് അങ്ങനെ ആയിപ്പോയി. അല്ലാതെ നല്ല രീതിയിലൊന്നും ജീവിക്കാൻ ഇവളെ കൊണ്ട് പറ്റത്തില്ല. അതായത് ഇങ്ങനെ വടപ്രദർശനമൊക്കെ നടത്തിയാലല്ലേ നമ്മോട്ടൊന്ന് ഫേമസ് ആയിട്ടൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. എപ്പോഴും റീച്ച് കിട്ടി അങ്ങ് നിൽക്കാൻ പറ്റുള്ളൂ ചേച്ചിക്ക്. അതാണ് ചേച്ചി ഉദ്ദേശിക്കണേ കേട്ടോ. അങ്ങനെ പിന്നെ കുറേ പേരുടെ തോളത്തും പോയി കയറി അങ്ങ് കെട്ടിപ്പിടിച്ചും കുറച്ച് ചോറൊക്കെ വാരിക്കൊടുത്തും അങ്ങനെ 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 നിൽക്കണം. ഇപ്പം എന്തായി, ഇപ്പം ദാസപ്പൻ്റെ ഭാര്യ അങ്ങോട്ട് പിണങ്ങിപ്പോയില്ലേ? ഇതുപോലെ ആയിരിക്കും ഓരോ പെണ്ണുങ്ങളും, ഇതുപോലെ പോകും. ഇവളുടെ കൂടെ ഇങ്ങനെ അഴിഞ്ഞാടി അങ്ങ് നടന്നു. അല്ലാതെ എന്ത് പറയാം. എന്നിട്ട് ഈ മറ്റേ ഓരോ ഇന്റർവ്യൂവിൽ ചെയ്തിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കണേ അല്ലേ, ഞാൻ ലാലേട്ടനെ അഭിനയിക്കുന്നില്ല. ദാസപ്പനൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു, ലാലേട്ടൻ അഭിനയിക്കുന്നില്ല, അഭിനയിക്കുന്നില്ലേ, പൃഥ്വിരാജ് അഭിനയിക്കുന്നില്ല, അപ്പം അതൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ല, ഞാൻ അഭിനയിക്കുന്നത് കൊണ്ടാണോ ഈ പ്രശ്നം എന്നൊക്കെ ഇവനൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട്. അല്ല, സിനിമ ജീവിതം എങ്ങനെ കിടക്കുന്നു, നിന്റെയൊക്കെ ഈ മറ്റേ ഏപ്പടം പിടുത്തമൊക്കെ എങ്ങനെ കിടക്കുന്നു? ഇതിനെയൊക്കെ ആൽബം എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളുടെയൊക്കെ കാലത്ത്, അതായത് നീ ആ കാലത്ത് പെട്ടായിരിക്കും, നിങ്ങൾ നല്ല ആൽബം ഒന്നും കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ രേണുസുതി ആ ഡ്യൂഡോപ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവൾക്കൊന്നും അതിൻ്റെ അർത്ഥം ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലാക്കണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊക്കെ സ്കൂൾ വിട്ട് വന്ന് കഴിയണ സമയത്ത് കൈരളിയുടെ ബി ചാനലിൽ ഡ്യൂ ഡ്രോപ്സ് ഉണ്ടാവും എന്ന് വെച്ചാൽ ആൽബംസ്. എൻ്റെ 1 മണിക്കൂറാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ 1 മണിക്കൂർ എന്ന് വെച്ചാൽ ആ സോങ്സ് കേൾക്കുമ്പോൾ തന്നെ എന്താ രസം. ഇവള് കാണിക്കുന്ന ഇതിനകത്ത് എന്താ ഉള്ളത്? ഇവളെ ഷോർട്ട് ഫിലിമിൽ എന്താ ഉള്ളത്? ഒന്നുകിൽ കട്ടിലിൽ സീൻ, കട്ടിലേക്ക് കിടക്കുന്നത്, എന്നിട്ട് ഒരുത്തൻ അവളുടെ മേത്തോട്ട് വലിഞ്ഞു കയറുന്നത്. നീ ഒന്ന് ആലോചിക്കണം, കുറച്ച് കഴിയുമ്പോൾ നിന്റെ സ്വന്തം ചോരലുള്ള മോൻ നിന്റെ മോന് ആ റിതപ്പൻ എന്ന് പറഞ്ഞല്ലേ, ആ കുഞ്ഞ് കാണേണ്ടതാണ് നീ കാണിക്കുന്ന സീനൊക്കെ. അതൊന്ന് നീ ഒന്ന് ആലോചിക്കണം. അവനിപ്പം അതൊന്നും കാണുന്നുണ്ടാവില്ലായിരിക്കാം, ആ കുഞ്ഞല്ലേ. അതൊക്കെ കാണും. പിന്നെ ഈ പിടുത്തവും ഈ കെട്ടിമറിയലും അങ്ങനെ അങ്ങനെ ഓരോരോ പ്രദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേച്ചിയുടെ പ്രദർശനം എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം എന്ന് വെച്ചാൽ എണ്ണിയാൽ തീരത്തില്ല. ഇനിയിപ്പം ഇതിലൂടെ എന്തൊക്കെ കാണാൻ പറ്റും എൻ്റെ ദൈവമേ. എന്നാലും സബ്സ്ക്രിപ്ഷൻ എത്ര, 399 രൂപ എങ്ങോട്ടല്ലേ സബ്സ്ക്രിപ്ഷൻ? ആ 399 രൂപയ്ക്ക് എല്ലാവരും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ട് എല്ലാവരും കണ്ടു. ഇനി ഒന്നും കൂടുതലും ഈ സബ്സ്ക്രിപ്ഷൻ കാണാൻ വരുന്നവർ ആരാന്നറിയാമോ? ഈ വെള്ളം മറ്റേ ഇതില്ലേ, എന്താ മൈക്കും പിടിച്ചുകൊണ്ട് പുറകെ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. കുറച്ച് ഇവളൊരു വാടകയ്ക്ക് എടുത്തവരും ഉണ്ട്. പിന്നെ അല്ലാതെ അവന്മാരായിരിക്കും സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഇവളുടെ വീഡിയോസ് കാണാനിരിക്കുന്നത്. എന്തായാലും ചേച്ചിയുടെ നല്ല എക്സ്ക്ലൂസീവ് രംഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നിങ്ങളൊക്കെ എന്തായാലും ഭാഗ്യമുള്ളവരാണ്. ഇനി എന്തൊക്കെ അഴിഞ്ഞാട്ടങ്ങളായിരിക്കും അതിനകത്ത് നടത്താൻ പോണെന്നാവോ ചേച്ചി.